കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങൾ, കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വൽ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നലെ യേശുപിതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ വേറിട്ട് നടന്നവൻ, വേദനയോടെ പിൻചൊല്ലുന്നവൻ, അത് നമ്മൾ ചിന്തിച്ചു. ഇന്ന് യേശുപിതാവിൻ്റെ അടുത്തൊരു ഗുണം ചിന്തിക്കുകയാണ്. സ്വന്തം ഭാവിക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവൻ. നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും നമ്മെക്കുറിച്ച് തന്നെ ഒരു മതിപ്പുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച് നമുക്ക് എന്തായി തീരണം, എന്ത് ചെയ്യണം, എന്ത് നേടണം, ആരായി മാറണം, സമ്പാദിക്കണം, അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ ഇവിടെ യേശുപിതാവിന് അങ്ങനെ സ്വന്തം കാര്യം മറക്കല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടി മരിച്ച് ഇല്ലാതെ മറിയത്തിനും ഉണ്ണീശോയ്ക്കും വേണ്ടി മാത്രം ജീവിച്ച ഒരു വലിയ വിശുദ്ധനാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം യേശുപിതാവിനെ തൻ്റെ മകനെ ഏൽപ്പിച്ചു കൊടുത്തത്. അത്രയും വിശ്വസ്തനാണ് യേശുപിതാവ്. അപ്പോൾ സ്വന്തം ഭാവിക്ക് വേണ്ടി ഒന്നും കരുതാതെ, ഒന്നും നീക്കി വയ്ക്കാതെ, സ്വന്തം ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ, ജീവിതം മുഴുവനും അമ്മയ്ക്കും മകനും വേണ്ടി ദൈവഹിതപ്രകാരം, മറിയം ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നെ നിറവേറട്ടെ എന്ന് പറഞ്ഞെങ്കിൽ യേശുപിതാവും ഈ വചനം ജീവിക്കുകയായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശുപിതാവ് ഒരു വലിയ മാതൃകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ വരുമ്പോൾ നാം ചിലപ്പോഴൊക്കെ ദൈവത്തിൽ നിന്ന് മാറിപ്പോകാം. പക്ഷെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നമ്മുടെ സ്വന്തം ചില താല്പര്യങ്ങളൊക്കെ മാറ്റിവെക്കും. അപ്പോൾ നമ്മുടെ കുടുംബത്തിനെ നമുക്ക് സ്നേഹിക്കാനും മാനിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും കഴിയും. യേശുപിതാവ് എത്ര സ്നേഹത്തോടെ അമ്മയോട് പെരുമാറി ആ മകനെ വളർത്തി വലുതാക്കി. സ്വന്തം കാര്യം മറന്നു. എത്രയോ മനുഷ്യരാ സ്വയം മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത്. യേശുപിതാവ് സ്വന്തം ഭാവിക്ക് വേണ്ടി ഒന്നും നേടാതെ മറ്റുള്ളവർക്കായി ജീവിച്ചു, തിരുക്കുടുംബത്തിനായി ജീവിച്ചു. അങ്ങനെ കുടുംബനാഥന്മാർ സ്വയം മറന്ന കുടുംബത്തിന് വേണ്ടി, മക്കൾ സ്വയം മറന്ന കുടുംബത്തിന് വേണ്ടി ജീവിക്കട്ടെ. നമ്മളെല്ലാവരും ദൈവഹിതപ്രകാരം ജീവിക്കാൻ കൃപ നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്ലേശമുണരും വീഥികളിൽ, ത്യാഗജീവിത വേദികളിൽ, ക്ലേശമുണരും വീഥികളിൽ, ത്യാഗജീവിത വേദികളിൽ, കന്യാമേരിക്കു കാവലായി കൂടെ നിന്നവനേ, കന്യാമേരിക്കു കാവലായി കൂടെ നിന്നവനേ, എന്റെ പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.